എൻ്റെ ജീവനെ പേടിച്ച് ജീവിക്കുവാണ്. എൻ്റെ കഷ്ടതയിലാണ് എന്നെ ജീവിക്കുന്നത്. എപ്പോഴാണ് ഈ കൂറ പൊളിഞ്ഞ് വീഴുന്നതെന്ന് എനിക്കറിയില്ല. ആ വീഴുവാണെങ്കിൽ എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകും. ഈ കണ്ണുനീർ റൂബിയുടേത് മാത്രമല്ല. തകർന്നു വീഴാറായ കൂരയ്ക്കു കീഴിൽ ജീവിതം തള്ളി നീക്കുന്ന നൂറുകണക്കിന് തോട്ടം തൊഴിലാളികളുടേതാണ്. ഉടമകൾ ഉപേക്ഷിച്ച തോട്ടങ്ങളിലുള്ളവരുടെ സ്ഥിതിയാണ് അതിദയനീയം. പീരിമേട് ടീ കമ്പനി, MMJ പ്ലാന്റേഷൻ എന്നിവിടങ്ങളിൽ മാത്രം 200-ലധികം ലയങ്ങളുണ്ട്. ഒരു ലയത്തിൽ കുറഞ്ഞത് 4 കുടുംബങ്ങളെങ്കിലും താമസിക്കുന്നുമുണ്ട്. അടിസ്ഥാന സൗകര്യം എന്നൊക്കെ കടലാസിൽ കണ്ട പരിചയം മാത്രമേ ഈ പാവങ്ങൾക്കുള്ളൂ. കഴിഞ്ഞ 2 സാമ്പത്തിക വർഷത്തെ ബജറ്റിലും ലയങ്ങൾ നവീകരിക്കാനായി സംസ്ഥാന സർക്കാർ പണം പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപനങ്ങളൊക്കെ ഇപ്പോഴും ഏതൊക്കെയോ ഫയലുകളിൽ ഉറങ്ങുന്നുണ്ട്. ഇതിനോടൊപ്പം പല മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ കാലവർഷത്തിൽ ഒരു ലൈൻസ് ഇടിഞ്ഞൊരു ഒരാൾ മരിച്ച ഒരവസ്ഥയുണ്ട്. അന്ന് പോലും ഇവിടെ കളക്ടർ വന്ന വലിയ പ്രഖ്യാപനം, മരിച്ച ആൾക്ക് നാമമാത്രമായ തുക നൽകി പോയതല്ലാതെ അതിനി ഭാവിയിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഇത് നടപ്പിലാക്കാത്ത പക്ഷം സമര പരിപാടികളുമായി മുൻപോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. 2020 പെട്ടിമുടി ദുരന്തത്തിന് പിന്നാലെ ലയങ്ങൾ അടിയന്തരമായി നവീകരിക്കണമെന്ന നിർദ്ദേശം തൊഴിൽ വകുപ്പും ജില്ലാ ഭരണകൂടവും സർക്കാരിന് മുന്നിൽ വെച്ചു. ഒട്ടനവധി പഠനങ്ങളും നടന്നു. പക്ഷേ തുടർ നടപടികൾ മാത്രമുണ്ടായില്ല. കാലവർഷം കടുക്കുന്തോറും ഈ തകർന്ന ലയങ്ങളിൽ നെഞ്ചിടിപ്പോടെ കഴിയുകയാണ് തോട്ടം തൊഴിലാളികൾ. ഇനിയൊരു ലയം തകർന്ന് ഒരാളും മരിക്കരുത്. അതിന് സർക്കാർ ഇവരുടെ ആവശ്യങ്ങൾ അടിയന്തരമായി പരിഹരിക്കണം. എലപ്പാറയിൽ നിന്നും നന്ദുഷായസ്, മാതൃഭൂമി ന്യൂസ്, കുമളി.